എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കെട്ടി കയറി വരുന്ന പെണ്ണിന് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ചിലപ്പോ വിചാരിക്കാത്ത കാര്യങ്ങളാണെങ്കിലും പറയും അതവള് വന്നോണ്ടാ കുടുംബം മുടിഞ്ഞു ഇങ്ങനെ പറയൂ. അതിനെക്കാട്ടി നല്ല സൊല്യൂഷൻ എന്താ, കെട്ടിക്കൊണ്ട് വരുന്ന ആരെന്ന് വെച്ചാൽ അവൻ വേറെ താമസിക്കട്ടെ, ഒറ്റയ്ക്ക് താമസിക്കട്ടെ, രണ്ട് അച്ഛനമ്മമാരും അവരെ വീട്ടിൽ താമസിക്കട്ടെ, അത്ര നല്ലത്. പക്ഷേ ഈ കേരളത്തിൽ എത്ര പേര് അങ്ങനെ താമസിക്കുന്നുണ്ട്? ഇല്ല, അതൊന്നും ആരും ചിന്തിക്കുന്ന സമയം. അവരിപ്പോഴും ആ ഒരു മെന്റാലിറ്റി ഇങ്ങനെ നിൽക്കുക. അവർ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് പെണ്ണിന്റെ വീട്ടുകാരുടെ വിഷമം മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറയുന്നല്ല, അവരുടെ അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇഷ്ടമല്ല. അപ്പൊ അവര് പറയുന്നത് ഒരു ഇവിടെ വല്ലാണ്ട് സ്നേഹിച്ചിങ്ങനെ ഇതാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞതാണ് എനിക്ക് നല്ല വിഷമമായിരുന്നു അവൾ കെട്ടിപ്പോയപ്പോൾ. അങ്ങനെ അവരെ വിഷമം മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ എൻ്റെ വീട്ടുകാർക്ക് ഒരു വിഷമമില്ല. എൻ്റെ അമ്മയ്ക്ക് സന്തോഷം ഞാൻ നോക്കിയപ്പോൾ. കാരണം എന്താ, ഞാൻ പോയി ഒരു പെണ്ണിനെ കൊണ്ട് വന്നു എൻ്റെ വീട്ടിലോട്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയില്ല. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എൻ്റെ അമ്മേൻ്റെ വിഷമം എനിക്ക് മനസ്സിലായത്. അപ്പൊ അതേ വിഷമം ഉണ്ടാവത്തില്ല ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അവിടെ അമ്മയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആണും പെണ്ണും കല്യാണം കഴിക്കുമ്പോൾ വേറെ പോയി താമസിക്കട്ടെ, ആണിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണ്ട, പ്രശ്നം സോൾവ്. അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും പകുതി നിൽക്കട്ടെ. ഇതൊന്നും ആരും നോക്കില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മള് 2K കിഡ്സ് ആയി, തന്ത വൈബായി, നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല,